അപ്പോൾ പുഷ്പ 2 കണ്ടിറങ്ങിയതാണ്. രാവിലെ 4 മണിക്കാണ് ഷോ തുടങ്ങിയത്. പുഷ്പ ഇത് കണ്ണാടി വെച്ചിട്ട് വേണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുണ്ട് പുഷ്പ. അല്ലു അർജുൻ ഫഹദ് ഫാസിൽ കോമ്പ് അടിപൊളിയാണ്. ഫഹദ് ഫാസിന്റെ അഭിനയം ഇതുണ്ട്. നമ്മുടെ ബ്രൈറ്റൊക്കെ ഇത് മൊട്ടത്തല അടിച്ചു. പിന്നെ അത് കാര്യമില്ല. ഇഷ കല്യാണത്തിന് വന്നല്ലേ ഞങ്ങൾ കയറിക്ക് പണം കണ്ടല്ലോ. ഇവിടെ ക്യാമറ കിട്ടും. വൈഡ് വെച്ചാൽ കിട്ടും. അതിനല്ല സൈഡ്. എന്തായാലും നല്ല സിനിമയുണ്ട്, നല്ല സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണുന്നത് സന്തോഷമാണ്. ആ സിനിമ എല്ലാ ചെരുവകളും പടത്തിലും റൊമാൻറ്റിക് ഉണ്ട്, പാട്ടുണ്ട്, ഫോട്ടോ പാട്ടുണ്ട്, ഡാൻസ്, പിന്നെ രേഷ്മികയുടെ മറ്റേ ഫീലിംഗ്സ് ഉണ്ട്. രേഷ്മിക ഫൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇടക്കിടക്ക് ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചോളൂ. പിന്നെ ഒരു കാര്യം പറയാം, ക്രഷ് അടിച്ചു പോയിട്ടാ രേഷ്മിക. തെലുങ്കിൽ നിന്ന് ആൾക്കാർ തല്ലാൻ വരും, കേരളത്തിൽ നിന്ന് മതിയായില്ല. അപ്പൊ ഒരു കാര്യം പറയണ്ട്, ഇത് ലാഗ് എന്ന് പറഞ്ഞ ചില ആൾക്കാർ ലാഗല്ല, ഈ സബ്ജക്റ്റിന് വേണ്ടി ഈ സബ്ജക്റ്റ് ലാഗായിട്ട് വെച്ചേക്കുന്നതാണ്. കഥ മനസ്സിലാവണതാണ് അത്ര നീട്ടി. എനിക്ക് ലാഗാണ് ചിലർ പറയുന്നുണ്ട്, ചില ആൾക്കാർ ലാഗായിട്ട് തോന്നില്ല പടത്തിന്റെ എല്ലാം. എന്തായാലും 3ാം ഭാഗം വരുന്നുണ്ടായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവരും കാണുന്ന ഒരു വിഷ്വൽ തന്നെയാണ്. അല്ലു അർജുൻ എന്താണെന്ന് കഴിഞ്ഞ ദിവസം മനസ്സിലായത് കേരളത്തിൽ വന്നപ്പോൾ അല്ലേ. അല്ലു അർജുൻ എന്താണെന്ന് മലയാളികൾ സ്വീകരിച്ച അതിനുവേണ്ടി എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നതെന്ന് പറയും. ഈ പടം കാണാൻ തന്നെ ആര്യ, ബണ്ണി, ഹാപ്പി ഇതൊക്കെ വേറെ ലെവലിൽ ആക്ടിങ്ങിനായിരുന്നു. പിന്നെ നമ്മുടെ ബാത്ത് ബാസിൽ നമ്മുടെ മലയാളീസ് പടം അടിപൊളിയാണ്. നെഗറ്റീവ് പറയുന്നവരോട് ഒന്ന് പറയും, പോസിറ്റീവ് തന്നെയാണ് പടം. ഇഷ്ടപ്പെടല്ലേ? ഇത് ഇവനോട് ചോദിച്ചു തൊടുപുഴയെന്ന് വന്നൊക്കെ പടം കാണും. വെയിറ്റ് ചെയ്ത് വന്ന് വെറുതെ ആയിട്ടില്ല, പടം അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. ബാത്ത് ബാസിൽ എങ്ങനെയുണ്ട്? ഫഹദ് അഭിനയം അടിപൊളിയാണ്. അതായത് ബെറ്റർ ഡ്രൈവറാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അല്ലു അർജുൻ അല്ലർജിന്റെ കാര്യം പറയണ്ടല്ലോ. ത്രീക്കായിട്ട് കാത്തിരിക്കുകയാണല്ലേ? ഇഷ്ടപ്പെടില്ലേ? ഇഷ്ടപ്പെടില്ലേ? ഇതിന്റെ ഒരു കംബാക്ക് സിനിമയാണ്. ഒരു ഫയറാണ്, വൈൽഡ് ഫയർ എന്റർടൈൻമെന്റ് ആണ് സിനിമ. കാരണം ഇതുവരെ നമ്മൾ കണ്ടെന്ന് പറഞ്ഞ നമ്മുടെ അല്ലുവിൻ്റെ സിനിമയെ കുറിച്ച് വ്യത്യസ്ത പറഞ്ഞ സിനിമയാണ്. എൻഗേജിങ് ആണ്, ഫൈറ്റ് ഉണ്ട്, റൊമാൻറ്റിക് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഫീലിംഗ് വരുന്നുണ്ട്, റൊമാൻറ്റിക് ഫീലിംഗ്. പിന്നെ ഫൈറ്റ് നല്ല രസിക്കുന്ന ഫൈറ്റാണ്. പിന്നെ ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട് നമ്മളിൽ നിന്നൊക്കെ. പിന്നെ ഫഹദിക്കേണ്ട ഒരു ഡീസൻറ്റ് മെത്തേഡ് ആക്ടിങ് ആണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എനിക്ക് സെക്കൻഡ് ഹാഫിനേക്കാളും കൂടുതൽ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫ് എനിക്ക് കൂടുതൽ വർക്കായി. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി കഥ എനിക്ക് വർക്കൗട്ടായില്ല, കുഴപ്പമില്ല കണ്ടിരിക്കാമെങ്കിൽ. നമസ്കാരമുണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അല്ലു അർജുൻ. കാരണം കഴിഞ്ഞ ദിവസം കേരളക്കാരിൽ വന്നപ്പോൾ ഒരുപാട് പേര് സ്വീകരിച്ചു. കാരണം വരെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ സിനിമയിൽ പ്രത്യേകത ഒരു കോംബോ ആണ്. അല്ലു അർജുൻ ഫഹദ് ഫാസിൽ. എങ്ങനെയുണ്ട്?